വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണം കേരളത്തിന് പൂർണ്ണമായി ലഭിക്കാൻ ലോജിസ്റ്റിക്സ് പാർക്കുകൾക്കും അനുബന്ധ വ്യവസായങ്ങൾക്കുമായി 3000 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് സംരംഭകർക്ക് നൽകും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഭൂമി നോക്കുന്നത്. പണം കിഫ്ബി നൽകും. ആദ്യഘട്ടമായി തിരുവനന്തപുരത്ത് 1 വർഷത്തിനകം 1000 ഏക്കർ ഏറ്റെടുക്കാൻ കർമ്മ പദ്ധതിയുണ്ടാക്കും. കണ്ടെയ്നർ, ലോജിസ്റ്റിക്സ് വ്യവസായ മേഖലകൾ ശക്തിപ്പെടുകയും കയറ്റുമതി ഇറക്കുമതി സാധ്യമാവുകയും ചെയ്താലേ തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും. വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ തമിഴ്നാട് വൻതോതിൽ ഭൂമി ഏറ്റെടുക്കുന്നത് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകത്തെ 107 തുറമുഖങ്ങളിലേക്ക് നേരിട്ട് സർവീസുള്ളതും ഏത് കൂറ്റൻ കപ്പലും അടുപ്പിക്കാനാവുന്നതുമായ വിഴിഞ്ഞം തുറമുഖ മേഖലയിൽ മുതൽ മുടക്കാൻ 100-ലേറെ സംരംഭകർ തയ്യാറാണ്. ഭൂമിയില്ലാത്തതാണ് പ്രശ്നം. കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ആരംഭിക്കാൻ സർക്കാർ ഏജൻസി 10 ഏക്കർ സ്ഥലം തേടി 2 വർഷമായി അലയുകയാണ്. 10 കിലോമീറ്റർ ചുറ്റളവിൽ നിക്ഷേപം നടത്താനാണ് സംരംഭകർക്ക് താൽപര്യം. കൊല്ലം വരെ നീളുന്ന വ്യവസായ ഇടനാഴി സജ്ജമാക്കി സംരംഭകരെ പിടിച്ചു നിർത്താനാണ് ശ്രമം. തുറമുഖ കമ്പനി 810 കോടി ചെലവിൽ 230 ഏക്കർ ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയെങ്കിലും പെരുമാറ്റച്ചട്ടത്തിൽ കുരുങ്ങിയിരിക്കുകയാണ്. സർക്കാർ ഏജൻസികളുടേതടക്കം തോട്ടങ്ങളും പാട്ടഭൂമിയും തരിശുകിടക്കുന്ന സ്വകാര്യ ഭൂമിയും അടക്കം ഏറ്റെടുക്കാനാണ് ശ്രമം. തോട്ടം ഭൂമി ഉപയോഗിക്കാനായാൽ വ്യവസായ ക്ലസ്റ്ററുകളും ലോജിസ്റ്റിക് പാർക്കുകളും കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങളും അടക്കം സ്ഥാപിക്കാം. 5.25 ലക്ഷം ഏക്കർ തോട്ടം ഭൂമി വൻകിടക്കാരുടെ പക്കലുണ്ട്. ഇവ ഏറ്റെടുത്ത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് സർക്കാരിന് നേരത്തെ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശ ലഭിച്ചിരുന്നു. എന്നാൽ ഭൂപരിഷ്കരണ നിയമപ്രദേശം തോട്ടം ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല. നിയമഭേദഗതി വേണ്ടിവരും. 50 കിലോമീറ്റർ ചുറ്റളവിൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ വികസിപ്പിക്കാനാണ് തീരുമാനം. പലയിടങ്ങളിലായി വ്യവസായ പാർക്കുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാം. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണ പദ്ധതിക്കും ഭൂമി ആവശ്യമാണ്. ലോജിസ്റ്റിക്സ്, മാനുഫാക്ചറിംഗ്, ഇലക്ട്രോണിക്സ്, ഭക്ഷ്യസംസ്കരണം, ഗ്രീൻ ഇൻഡസ്ട്രി എന്നിവയ്ക്ക് മുൻഗണനയുള്ള ഭക്ഷ്യ മത്സ്യ സംസ്കരണം, ഇലക്ട്രോണിക്സ് വ്യവസായങ്ങൾക്ക് ഭൂമി നൽകിയാൽ വൻതോതിൽ തൊഴിലവസരം ഉണ്ടാവും. സമുദ്രോൽപാദന കയറ്റുമതിയിലൂടെയും സമുദ്ര വിഭവ വ്യവസായത്തിലൂടെയും സാമ്പത്തിക വളർച്ചയും ഉണ്ടാവും. 1,00,000 കോടി തുറമുഖത്തോടനുബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന നിക്ഷേപം 2,000 കോടി നബാർഡ് വായ്പ ഭൂമി ഏറ്റെടുക്കലിനടക്കം ഉപയോഗിക്കാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യതകൾ അധികൃതർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധപ്രതിസന്ധി കാരണം ദുബായ് പോർട്ടിലും മറ്റും അടുക്കാനാവാതെ വിഴിഞ്ഞത്ത് ചരക്കിറക്കാൻ 100ഓളം കപ്പലുകൾ കാത്തുകിടക്കുകയാണെന്ന റിപ്പോർട്ടുകൾ വിഴിഞ്ഞത്തിന്റെ വരുമാന സാധ്യതയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് പകരുന്നത്. ലോകത്ത് നാനാഭാഗത്തേക്കും പോകേണ്ട 8 ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകളാണ് ഇവയിൽ ഭൂരിപക്ഷവും. യുദ്ധം കാരണം ഉണ്ടായിരുന്ന പ്രതിസന്ധി മാറാൻ ഇനിയും സമയമേറെ വേണ്ടിവരും. അങ്ങനെ വന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുമതിക്കായി കാത്തുനിൽക്കുന്ന കപ്പലുകളുടെ എണ്ണം ഇനിയും കൂടും. മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് കപ്പൽച്ചാലിന് വളരെ അടുത്താണ് വിഴിഞ്ഞം തുറമുഖമെന്നതാണ് ഇവിടെ കാത്തുകിടക്കാൻ കപ്പലുകളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് വെറും 10 നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം തുറമുഖം. കപ്പൽച്ചാലിൽ നിന്ന് മുംബൈ തുറമുഖം 700, ഗുജറാത്തിലെ ബുദ്ര തുറമുഖം 1150 നോട്ടിക്കൽ മൈൽ അകലെയാണ്. വിഴിഞ്ഞത്തിന് പകരം ഇവിടങ്ങളിലെത്താൻ 50 മണിക്കൂറിലേറെ അധിക യാത്ര വേണം. വിഴിഞ്ഞത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർണ്ണമായി സജ്ജമായിട്ടില്ലെങ്കിലും 24 മണിക്കൂറും അവിരാമം പ്രവർത്തിക്കുന്ന ഒരു തുറമുഖമായി ഇപ്പോൾ തന്നെ വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഒട്ടാകെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന നിലപാടാണ് അന്നും ഇന്നും തങ്ങളുടേത്. കോവിഡ് പ്രതിസന്ധി മൂലം ബെർത്തുകളുടെ നിർമ്മാണ പ്രക്രിയ തടസ്സപ്പെട്ടിരുന്നില്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ വരുമാനം ഇപ്പോഴത്തേതിന്റെ എത്രയോ ഇരട്ടിയാകുമായിരുന്നു. ഇപ്പോൾ നിലവിലുള്ളത് തികയാതെ താൽക്കാലിക ബെർത്തുമൊരുക്കിയാണ് കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ എല്ലാ ഘട്ടവും പൂർത്തിയാകുന്ന മുറയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വലിയ കമ്പനികളും സംരംഭകരും വൻകിട പദ്ധതികളുമായി എത്തുമെന്നത് മുൻകൂട്ടി കണ്ട അതിനാവശ്യമായ വ്യവസായ പാർക്കുകളും മറ്റും സ്ഥാപിക്കാൻ ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് സർക്കാരിന് ഏറ്റവും മുൻഗണന നൽകേണ്ടത്. ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്തിന് ഗുണം പ്രാഞ്ചാൻ തമിഴ്നാട് സർക്കാർ കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിലായി 2000-ലേറെ ഏക്കർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. കേരളം ഇക്കാര്യത്തിൽ ഇപ്പോഴും മെല്ലപ്പൊക്കാണ് തുടരുന്നത്. തുറമുഖത്തിന്റെ ഗുണം കേരളത്തിന് കിട്ടാനും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനും വേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത്. ഇതൊരുക്കിയ നിക്ഷേപകരെ തേടി കേരളം എങ്ങോട്ടും പോകേണ്ടി വരില്ല. അവർ തനിയെ ഇങ്ങോട്ട് വരും. പക്ഷേ വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭ്യമായില്ലെങ്കിൽ അത് നൽകാൻ തയ്യാറാകുന്ന സംസ്ഥാനങ്ങളിലേക്കാകും അവർ പോകുക എന്നതും മറക്കരുത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യതകൾ അധികൃതർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.